എടാ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ HCF ആണ് നോക്കിയത്. അപ്പോൾ കുറച്ച് ടേംസ് ഇതുമായി റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ പ്രോസസ്സാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ഇവിടെ നോക്കടാ, ഫസ്റ്റ് നമ്മൾ HCF ചെയ്യാനായിട്ട് ഫാക്ടേഴ്സ് ലിസ്റ്റ് ആണ് ചെയ്തത്. നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവാതെ ഞാൻ ലിസ്റ്റ് ചെയ്തു. ഈ ഒരു മെത്തേഡ് നമ്മൾ കോമൺ ഫാക്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയും. അതായത് നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളെ ഫാക്ടേഴ്സ് ലിസ്റ്റ് ചെയ്യുക, അതിൽ നിന്നും ഒരു ഹയസ്റ്റ് കോമൺ ഫാക്ടർ തിരഞ്ഞെടുക്കുക. ഇത് ഇവിടെ ചെയ്തതുപോലെ നമ്മൾ നമ്പേഴ്സ് എടുത്തു, ലിസ്റ്റ് ഔട്ട് ചെയ്തു, ഫാക്ടേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തു, ദെൻ അതിൽ കോമൺ ഫാക്ടേഴ്സ് എടുത്തു, അതിൽ ഹയസ്റ്റ് നമ്മൾ തിരഞ്ഞെടുത്തു. ഈ ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഫാക്ടേഴ്സ് ലിസ്റ്റ്. ഓക്കെ ആണല്ലോ? ഈ ഒന്നാമത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഫാക്ടേഴ്സ് ലിസ്റ്റ്. ഓക്കെ അല്ലേ? രണ്ടാമത് പറഞ്ഞത് ഈ ഒരു മെത്തേഡ്, അതായത് പ്രൈം നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുന്ന പോലെ നമ്മൾ ഫാക്ടറൈസ് ആക്ച്വലി ഈ ഒരു പ്രോസസ് ഡിവിഷൻ ആണ് നമ്മൾ ചെയ്തു വരുന്നത്. പക്ഷെ ഈ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഫാക്ടറൈസേഷൻ. മൂന്നിനെ ഒരുമിച്ച് നമ്മൾ ചെയ്യുന്നത്. സോ ഫാക്ടറൈസേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സെക്കൻഡ് മെത്തേഡാണ്. ഇതിന് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? പ്രൈം ഫാക്ടറൈസേഷൻ, ജസ്റ്റ് ഫാക്ടറൈസേഷൻ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം നമ്മൾ ഒരുമിച്ച് എല്ലാം ചെയ്ത് ഡിവൈഡ് ചെയ്ത് കുഞ്ഞു സംഖ്യയൊക്കെ എടുത്ത് നമ്മൾ അതിൽ കോമൺ കാണുന്നതിന്. സോ ഇറ്റ്സ് ഫാക്ടറൈസേഷൻ. ഇനി ഒരു മെത്തേഡും കൂടെ ഉണ്ട്, അത് ഡിവിഷൻ മെത്തേഡാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ മെത്തേഡ് തൽക്കാലം സ്കിപ്പ് ചെയ്യാം. വേണമെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതും കൂടെ നമുക്ക് നോക്കാം. പക്ഷെ തൽക്കാലം ഫോർ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഈ രണ്ട് മെത്തേഡ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി.